രണ്ടാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധത്തിന് പുറമെ മറ്റൊരു യുദ്ധം കൂടി നടന്നു. അത് സത്യത്തിനെതിരെയുള്ള യുദ്ധമാണ്. അത് നടത്തിയത് ജർമ്മനിയാണ്. അതായത് ജർമ്മനിയുടെ മേധാവിയായിട്ടുള്ള അഡോൾഫ് ഹിറ്റ്ലർ, ഫ്യൂറർ എന്ന് പറയുന്ന ഹിറ്റ്ലറിൻ്റെ കീഴിൽ, മെയിൻ ക്യാമ്പ് എഴുതിയ ഹിറ്റ്ലറുടെ കീഴിൽ ഗീബൽസ് എന്ന് പറയുന്ന ആൾ ഒരുപാട് നുണകൾ പ്രചരിപ്പിച്ചു. ഈ നുണകൾ മിസൈലുകളെക്കാൾ ശക്തിയേറിയത്, അന്ന് മിസൈലുകളില്ല, ബോംബുകളാണുള്ളത്, മിസൈലുകളെക്കാൾ ശക്തിയേറിയ ആയുധങ്ങളാണ്. കാരണം നുണകൾ മതി ഒരു രാജ്യത്തെ നശിപ്പിക്കാൻ, അതിനെ ഇല്ലാതാക്കാൻ. ഗിബൽസിയൻ തന്ത്രം എന്നാണെന്ന് പറയുന്നത്. അത് പിന്നീട് രാഷ്ട്രീയത്തിൽ പലരും ഇപ്പോഴും ഈ സത്യാനന്തര കാലത്ത് അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, പ്രയോഗവൽക്കരിക്കുന്നുണ്ട്, അത് നമ്മൾ കാണുന്നുണ്ട് ചുറ്റിനും. പക്ഷേ ഇപ്പോൾ നടക്കുന്ന ഈ പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ കള്ളക്കളി കൊണ്ട് നടക്കുന്ന യുദ്ധം, രണ്ട് പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ, വംശീയ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള രണ്ട് രാജ്യങ്ങളെ തമ്മിലടിപ്പിക്കുന്ന കിടിലൻ തന്ത്രമുണ്ട്. ആ തന്ത്രത്തിൽ ഒരുപാട് കള്ളങ്ങൾ വ്യാജമായിട്ട് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഒരുപാട്. അതിലേറ്റവും പുതിയതാണ് ഇന്ത്യൻ ഗവൺമെൻറ് അവരുടെ നാവിക താവളങ്ങൾ തങ്ങൾക്ക് യുദ്ധത്തിന് വേണ്ടി വിട്ടു തന്നിരിക്കുന്നത്. ഇതും ആ വിടുവായൻ പുളുവൻ ട്രംപ് പറഞ്ഞ കാര്യമാണ്. താൻ 200% ചുങ്കം വരുത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ നിന്ന് വിട്ടുനിന്നെന്ന് പറഞ്ഞ അതേ കള്ളൻ തന്നെ വീണ്ടും കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്തമില്ലാത്ത കള്ളങ്ങൾ. ഇന്ത്യ അമേരിക്ക പറഞ്ഞത് ചൊൽപ്പടിക്ക് കേട്ടു, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നില്ല എന്നൊക്കെ കള്ളങ്ങൾ പറഞ്ഞല്ലോ. ദേ ഇപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ കൂടുതൽ വാങ്ങിക്കാനുള്ള കരാറിൽ അതിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് റഷ്യയിൽ നിന്ന്. ഇപ്പോൾ അത് വാങ്ങിക്കുന്നതിൻ്റെ അളവ് കുറഞ്ഞിട്ടില്ലെന്നറിഞ്ഞപ്പോൾ പതുക്കെ വാല് താഴ്ത്തി ട്രംപ് പറഞ്ഞു ഇഷ്ടം പോലെ വാങ്ങിച്ചോളൂ. ഇയാളുടെ അനുവാദം ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ വാങ്ങിക്കും. നമ്മുടെ ആവശ്യം സ്ട്രാറ്റജിക് ഓട്ടോണമി. അതിന് ട്രംപിൻ്റെയോ അവരുടെ സെനറ്റിൻ്റെയോ കോൺഗ്രസിൻ്റെയോ അനുവാദമൊന്നും ഇന്ത്യക്ക് വേണ്ട. ഇന്ത്യൻ ഗവൺമെൻറ് ഇന്ത്യൻ ജനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങളാണത്. അതിപ്പോൾ വാചകം അടിച്ചുകൊണ്ട് ഞങ്ങൾ ട്രംപ് പറഞ്ഞാൽ കേൾക്കുന്നില്ലെന്നും പറഞ്ഞ് വിടുവായത്തം മുടക്കേണ്ട കാര്യമൊന്നുമില്ല. ട്രംപിനെ പോലെ നമ്മൾ വാക്കും വാചകമടിയിലും അല്ല കാര്യങ്ങൾ നടത്തുന്നത്, പിന്നെയോ കാര്യങ്ങൾ നടത്തുന്ന കാര്യപ്രാപ്തിയിലാണ്. അതാണ് മോദി ഗവൺമെൻറ്റിൻ്റെ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. കാര്യപ്രാപ്തിയോടുകൂടി കാര്യങ്ങൾ നടത്തുന്നു. ഇപ്പോൾ അതാ ഇങ്ങനെ ഒരു ഭീഷണി വന്നു. ഇപ്പോൾ 2 ദിവസം കൊണ്ട് ഞങ്ങളിപ്പോൾ ഇറാനെ അടിച്ചങ്ങ് തീർക്കും, കള്ളം. ഒരാഴ്ച കൊണ്ട് തീർക്കും, കള്ളം. 2 ആഴ്ച കൊണ്ട് തീർക്കും, കള്ളം. ഇപ്പോൾ എന്താ ഏറ്റവും ഒടുവിൽ പറയുന്നത്? സെപ്റ്റംബർ വരെ യുദ്ധം നീളുവന്നു. അപ്പോൾ ഇത് മണ്ടത്തരമായി പോയി. യാതൊരു ഗ്രൗണ്ട് ലെവൽ അസസ്മെൻറ്റും ഇല്ലാതെ, ഹോംവർക്കും ഇല്ലാതെ നടത്തിയ യുദ്ധമാണ്. അതാണ് ഇപ്പം മാർഷൽ ലാൻഡിൽ കിടന്ന് പെടക്കുക രക്ഷപ്പെടാൻ വേണ്ടി എങ്ങനെങ്കിലും. ഇപ്പോൾ ആയുധങ്ങൾ കൊണ്ടൊന്നും ഇറാനെ തകർക്കാൻ പറ്റില്ല, ഇറാൻ ഗവൺമെൻറ്റിനെ തകർക്കാൻ പറ്റില്ല എന്നുള്ള ബോധ്യം കൊണ്ട് 1250 പേരെ അവർ മരിച്ചു. എന്നിട്ടും വെടിയാൻ കഴിയാത്ത ദേശീയ ബോധത്തോടു കൂടി അവരാക്രമിച്ചു കൊണ്ടുപോകണം, തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. ആ തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ എന്താ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അമേരിക്കയെ കൊണ്ടോ ഇസ്രായേലിനെ കൊണ്ടോ ഇറാൻ്റെ ദമം ശമിപ്പിക്കാൻ പറ്റില്ലെന്നറിഞ്ഞുകൊണ്ട് ഇപ്പോൾ നടത്തുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അറബ് രാജ്യങ്ങളെയെല്ലാം ഇറാനെതിരെ തിരിക്കുക എന്നുള്ള തന്ത്രമാണ്. അസർബൈജാൻ ഇപ്പോൾ അതിൻ്റെ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേൽ സൗദി അറേബ്യയിൽ ബോംബിട്ടുകൊണ്ടിരിക്കുകയാണ്, മിസൈലുകൾ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ചെയ്യുന്ന ഇറാനാണെന്ന് സൗദി അറേബ്യയെ ഇവിടെ പറയുകയും ചെയ്യുക. എന്നിട്ട് വേണം സൗദി അറേബ്യ അതിൻ്റെ ആയുധ സന്നാഹങ്ങൾ ഇറാനെതിരെ പായിക്കാൻ. അപ്പോൾ അതിൻ്റെ സഖ്യകക്ഷിയായിട്ടുള്ള ഏതൊരു യുദ്ധവും ഇരു രാജ്യങ്ങളെയും ഏതെങ്കിലും ഒന്നിന് വന്നാൽ അപ്പോൾ തന്നെ മറ്റേ രാജ്യവും ഇടപെടുമെന്നാണ് പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ 2 മാസം മുമ്പുണ്ടാക്കിയ കരാറ്. അതനുസരിച്ച് പാകിസ്ഥാനും കൂടെ വരും. എല്ലാ രാജ്യങ്ങളുടെ ഇറാനെതിരെയാവും. അങ്ങനെ ഒറ്റക്കിട്ട് ലോകരാജ്യങ്ങളെല്ലാം കൂടി ഇറാനെ ആക്രമിക്കും എന്നുള്ളൊരു വിചാരത്തോടു കൂടി നടത്തുന്ന ആക്രമണങ്ങളാണ് എന്നിപ്പോൾ വ്യക്തമാക്കി. ഇറാൻ്റെ ഇന്ത്യയിലെ അംബാസഡർ മുഹമ്മദ് ഫത്താലി സത്യസന്ധമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നമുക്കത് വിശ്വസിക്കാം. ഇറാൻ അയൽ രാജ്യങ്ങളെ ആക്രമിക്കാറില്ല. അയൽ രാജ്യങ്ങൾ ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്. ഇത് ഇന്ത്യക്കും ബാധകമാണ്, ഗൾഫ് രാജ്യങ്ങൾക്കും ബാധകമാണ്, പ്രത്യേകിച്ച് തൊട്ട അയൽ രാജ്യമായ ഒമാനും ബാധകമാണ്, പാകിസ്ഥാനും ബാധകമാണ്. അത് ഞങ്ങൾ ആക്രമിക്കുന്നത് അവിടങ്ങളിലെ
അനധികൃതമായിട്ടുള്ള US താവളങ്ങൾക്ക് നേരെയാണ്. ആ രാജ്യങ്ങളെയെല്ലാം സംരക്ഷിച്ചു കൊള്ളാമെന്ന് വാക്കും കൊടുത്ത് അവിടുന്ന് കാശും വാങ്ങിച്ച് അവിടുത്തെ എണ്ണയെ ഊറ്റുന്ന അമേരിക്ക എന്ന് പറയുന്ന ആ രക്തദാഹിയായ വവ്വാലുണ്ടല്ലോ, അത്തരം വാംപയർ ബാറ്റ് എന്ന് പറയും ഇംഗ്ലീഷ്, അത്തരം ഒരു റോളാണ് അമേരിക്ക വഹിക്കുന്നത്. എന്നിട്ട് സംരക്ഷണം കൊടുത്തോ? ഇല്ല. പ്രതിരോധം ശരിയാക്കിയോ? ഇല്ല. പകരം എന്തൊരു കുതന്ത്രം കാണിച്ചു എന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത്. അതായത് പേട്രിയോട്ട് മിസൈലുകൾ ഉപയോഗിച്ച് ആ രാജ്യത്തെ സിവിലിയന്മാർക്ക് നേരെ അക്രമാത്മകമായിട്ട് ആ മിസൈലുകളെ പായിച്ചു. ആ രാജ്യങ്ങളെ ഇറാനെതിരാക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ പല ഇന്ത്യക്കാർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യമാണത്. ഈ സ്റ്റേഷൻ അവിടെ അനുവദിച്ചു കൊടുത്തത് ഒട്ടകത്തിന് കൂടാരത്തിനുള്ളിൽ തല വയ്ക്കാൻ അനുവാദം കൊടുത്ത പണ്ടത്തെ അറബിയുടെ കഥയിലെ പോലെയായിപ്പോയി. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചതിയൻ രാഷ്ട്രം. അതല്ലേ ഇന്ത്യ തൊട്ടാൽ കുരുക്കാത്ത നുണ ഇന്ത്യക്ക് നേരെ പറയും. ഇന്ത്യയുടെ നാവിക താവളങ്ങൾ തങ്ങൾക്ക് അനുവദിച്ചു തന്നെന്ന് ഒരു കാലത്തും ഇന്ത്യ ചെയ്തിട്ടില്ല. അതിൻ്റെ വിദേശ നയത്തിൽ അമേരിക്കയിൽ ഇവിടെ ഒരു സൈനിക താവളം വേണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ പ്രക്ഷോഭം നടന്നു. കോൺഗ്രസിൻ്റെ കാലത്തായിരുന്നു അത്. CPM അതിൻ്റെ മുൻനിരയിൽ നിന്നത്. ഇവിടെ സൈനിക താവളം കൊടുത്താൽ അതൊരു ഡീഗോ ഗാർഷിയാകും എന്നായിരുന്നു അന്നത്തെ വാദം. CPM ഇപ്പോൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. PK ശശി അതാണല്ലോ ഇപ്പോൾ അവരുടെ ചർച്ചാ വിഷയം. അപ്പോൾ അതുകൊണ്ട് അവർ ചിലപ്പോൾ ഇതൊന്നും ഓർക്കാൻ വഴിയില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഒരു ഓർമ്മശക്തി ഇപ്പോഴത്തെ CPM കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുമില്ല. പക്ഷേ ഇന്ത്യയുടെ വിദേശ നയത്തിന് പാടെ എതിരാണ്. ഒരു ഗവൺമെൻറ്റും അങ്ങനെ ഒരു നയം സ്വീകരിക്കുകയില്ല, സ്വീകരിക്കാൻ പോകുന്നുമില്ല. ബംഗ്ലാദേശുമല്ല നമ്മൾ. സെൻറ്റ് മാർട്ടിൻസ് ദ്വീപ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അമേരിക്കയെ പ്രീണിപ്പിച്ചുകൊണ്ട് അധികാരത്തിലേറിയ മുഹമ്മദ് യൂനുസുമാർ ഇവിടെ ഉണ്ടായിട്ടില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ദേശീയ ബോധമുള്ള ഒരു രാജ്യമാണ്. ആ രാജ്യത്തെപ്പറ്റി അപഖ്യാതി പറഞ്ഞുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമാണത്. എന്നല്ല എന്താണ് പറയാൻ. അതുപോലെയാണ് ഇന്ത്യയിൽ നിന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ മേധാവിയായിട്ടുള്ള രാഷ്ട്രമേധാവിയായിട്ടുള്ള രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിവാദ്യം സ്വീകരിച്ച ഫ്ലീറ്റ് റിവ്യൂ, അതിൽ പങ്കെടുക്കാൻ നമ്മൾ ക്ഷണിച്ചു വരുത്തിയ ആ കപ്പൽ ശ്രീലങ്ക തീരത്ത് പോയി, INS ആ തീരത്തുകൂടി പോയപ്പോൾ അവിടെ ആ കപ്പലിന് നേരെ ആക്രമണം നടത്തി ടോർപിഡോ ചെയ്ത് ആളുകളെ കൊന്നു. ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ഒരു കപ്പലല്ല. ഇന്ത്യയുടെ അതിഥിയായി വന്ന ശേഷം സുരക്ഷിതമായ കടലിൽ കൂടി, ഇതുവരെ യുദ്ധം നടക്കാത്ത കടലിൽ കൂടി പോയ ആ ഒരു കപ്പലിനെ ആക്രമിച്ച് മുക്കിക്കളഞ്ഞ ആളുകളെ കൊന്നു. ശ്രീലങ്കയുടെ പ്രസിഡന്റ് അനുര കുമാര ദസനായിക, ശ്രീലങ്കയുടെ പ്രധാനമന്ത്രി അനുര കുമാര ദസനായികയാണ് കപ്പലയച്ച് അവിടെ പൊലിയാൻ പോകുന്ന ജീവനുകളെ രക്ഷിച്ചത്. എങ്കിലും ഒരുപാട് പേര് മരിച്ചുപോയി. 218 പേരാണ്. അതിൽ 37 പേര് മാത്രമാണ് രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ശ്രീലങ്ക അരമണിക്കൂറിനുള്ളിൽ ചെന്നപ്പോൾ. അപ്പോൾ അത്ര. എന്നിട്ടിപ്പോൾ നോക്കൂ, അവിടുന്ന് രണ്ടാമത്തെ കപ്പലും പോയി. നമ്മുടെ ക്ഷണമനുസരിച്ച് വന്ന രണ്ടാമത്തെ കപ്പലും കടൽ തീരത്ത് കൂടെ പോയി. അതിന് അകമ്പടി സേവിച്ചത് ഇന്ത്യയുടെ INS തരങ്കിണി എന്ന് പറയുന്ന കപ്പലാണ്. അകമ്പടി സേവിച്ചു. ചുണയുണ്ടെങ്കിൽ ആക്രമിക്കടാന്നൊരു വെള്ളിയായിരുന്നു അത്. നമ്മൾ വാചകം അടിച്ചുകൊണ്ടല്ല പോകുന്നത്, നമ്മൾ കാണിച്ചുകൊണ്ടാണ്. തൊട്ടുപോയാൽ എന്താണ് വിവരമെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അതുപോലെ തന്നെ കടലിൽ ഇനിയും ആരെങ്കിലും മരിക്കാതെ കിടപ്പുണ്ടെങ്കിൽ അവരെ രക്ഷിക്കാൻ കൂടിയാണ് പോയത്. അവിടെ ആ കപ്പൽ സുരക്ഷിതമായിട്ട് മറ്റേ കപ്പൽ മുക്കിയ സ്ഥലത്തു കൂടെ പോയി. തരങ്കിണിയെ കണ്ടപ്പോൾ അവരുടെ അന്തർവാഹിനികൾ ഓടി മറഞ്ഞു. ഇങ്ങനെയുള്ള കുതന്ത്രങ്ങളിൽ കൂടി യുദ്ധമില്ലാത്ത മേഖലകളിൽ പോയി നാശമുണ്ടാക്കാൻ ശ്രമിക്കുന്നതിന് പറയുന്ന പേരാണ് ഭീരുത്വം. അതാണ് അനുരാഗ് കുമാര ദസനായികി, ശ്രീലങ്കൻ പ്രധാനമന്ത്രി പറഞ്ഞത്. ഭീരുത്വം തന്നെ. തോൽവി തങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നു, നാണക്കേട് തങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നു എന്ന പേരിൽ ഉള്ള പേടി, അതിനെക്കുറിച്ചുള്ള ഭയം, ആ ഭയചകിതമാണ് അമേരിക്കയിൽ നിന്ന്. അതുകൊണ്ടാണ് ഇപ്പോൾ യുദ്ധതന്ത്രങ്ങൾ മാറ്റുക. യുദ്ധതന്ത്രങ്ങൾ എങ്ങനെയാണ് മാറ്റുന്നത്? രാജ്യത്തുള്ള ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കുക. ഇപ്പോൾ നോക്കൂ, ഇറാനിൽ കുർദു വംശജരായിട്ടുള്ള അവരും മുസ്ലിങ്ങളിൽ പെട്ടവർ തന്നെയാണ്, ഖുർആനിൽ വിശ്വസിക്കുന്നവരുമാണ്. ഷിയ പോലെ വേറൊരു രീതിയാണ് അവരുടെ വിശ്വാസം. അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് അവരെ കണ്ടുകൂടാ, സുന്നി മുസ്ലിങ്ങൾക്ക് അവരെ കണ്ടുകൂടാ. അങ്ങനെയുള്ളൊരു വിഭാഗം എന്ന് പറയുന്ന പോരാട്ട വീര്യമുള്ളവരാണ്. അവരെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഇറാനെതിരെ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ തന്നെയുണ്ട്, അവരുടെ തീരപ്രദേശത്തുണ്ട് ഇത്തരം
കുർദുകൾ. ആ കുർദുകളുടെ നേതാവിനെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ വേണ്ടതൊക്കെ ചെയ്തു കൊള്ളാം, നിങ്ങൾ ഇറാനെ ആക്രമണിക്കണമെന്ന് ചട്ടം കെട്ടിയിരിക്കുക. ഇത് മുന്നേ കൂട്ടി അറിഞ്ഞ ഇറാൻ ആ പ്രദേശങ്ങളിൽ ചെന്ന് അവിടുത്തെ ഈ കുർദു ഭീകരന്മാർ എല്ലാം തകർത്തിരിക്കുന്നതായിട്ടാണ് ഇറാനിൽ നിന്ന് നമ്മളറിയുന്ന വിശേഷങ്ങൾ, റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വിശേഷങ്ങൾ. അപ്പോൾ ഇതെല്ലാം ഇറാൻ എന്ന് പറയുന്ന ഒറ്റ രാജ്യം ഈ രാജ്യങ്ങൾക്കെതിരെയെല്ലാം നിന്നു പോരാടുകയാണ്. ഇപ്പോഴും അവരുടെ പോരാട്ട വീര്യം ശമിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇസ്രായേലിനും അവർ കനത്ത പ്രഹരമേൽപ്പിച്ചതിൻ്റെ സത്യം പറയുന്ന ചിത്രങ്ങൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇസ്രായേലിന് ഇതുപോലെ മാരകമായിട്ടൊരു പരിക്കേറ്റ ഒരു യുദ്ധസന്നാഹി ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് നമ്മൾ അറിയാൻ. ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോയിട്ട് കൈപൊള്ളി നിൽക്കുകയാണ് ഇസ്രായേലും അമേരിക്കയും ഇപ്പോൾ എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്ന വിവരം. എന്തായാലും ഇത് സെപ്റ്റംബർ വരെ നീളുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ എത്ര മാസമായി? മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്. അപ്പോൾ ഇനിയൊരു 7-8 മാസം കൂടെ. സെപ്റ്റംബർ കഴിയുമ്പോൾ പിന്നെയും കാലാവധി നീട്ടും. അത്രയും നാൾ നമ്മുടെ മലയാളികൾ തീ തിന്നും ഗൾഫ് രാജ്യങ്ങളിൽ കഴിയണമെന്നാണ്. എന്തൊരു അനാവശ്യമായ യുദ്ധമാണിത്. ഇന്ത്യ ഇടപെടേണ്ട സമയമായി കഴിഞ്ഞു. കാരണം നമുക്ക് നമ്മളുടെ താല്പര്യം, മലയാളിയുടെ സുരക്ഷ, തീ തിന്ന് നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മളുടെ സഹോദരങ്ങൾക്ക് ഗൾഫ് നാടുകളിൽ ഈ അമേരിക്കയുടെ മേക്ക് അമേരിക്ക ബിക്കിന് വേണ്ടി അതിനങ്ങനെ ത്യാഗം അനുഭവിക്കേണ്ട കാര്യമൊന്നും അവർക്കില്ല. അതുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് ഇടപെടേണ്ട സമയമായിരിക്കുന്നു. ഇന്ത്യ ഗവൺമെൻറ് ഇതിനോടകം തന്നെ ഈ കപ്പൽ മുങ്ങിയതിന് ശേഷം ഇതിനോടകം തന്നെ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി മുഹമ്മദ് അറാച്ചിയുമായിട്ട് ചർച്ച നടത്തി ഈ കപ്പൽ മുങ്ങിയതിനെക്കുറിച്ചുള്ള അനുശോചനം അറിയിച്ചു. അതുപോലെ തന്നെ നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി തന്നെ ഇറാൻ്റെ എംബസിയിലേക്ക് പോയിട്ട് അവരുടെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമൈനി മരിച്ചതിലുള്ള ദുഃഖവും അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊന്നും അമേരിക്കയെ പേടിച്ച് ഇറാന് നമ്മൾ കാണിക്കേണ്ട മര്യാദകൾ കാണിക്കാതിരിക്കാനൊന്നും നമ്മൾ ശ്രമിക്കുന്നില്ല, അവരുടെയും പക്ഷം പിടിക്കുന്നില്ല. പക്ഷേ ഇന്ത്യക്കാരുടെ പക്ഷം പിടിക്കുന്നുണ്ട്. ഇന്ത്യക്കാരുടെ സുരക്ഷിതത്വത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ജയശങ്കർ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. അദ്ദേഹം എല്ലാ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. സുരക്ഷ ഇതുവരെ ഉറപ്പുവരുത്തിയിട്ടുണ്ട് അദ്ദേഹം. പക്ഷേ സുരക്ഷയ്ക്ക് ഭീഷണിയായിട്ടുള്ള എന്തെങ്കിലും ഇത്തരം കള്ളത്തരത്തിൽ നിറഞ്ഞ കുൽസിത നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇടപെടാൻ റെഡിയായിട്ട് തന്നെയാണ്. ഇന്ത്യയുടെ താല്പര്യം, ഇന്ത്യയുടെ ഒരു കുഞ്ഞിനു പോലും അവിടെ കുഴപ്പമുണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്താൻ ഒരു പെറ്റമ്മ സ്വന്തം കുഞ്ഞിനെ എന്ന പോലെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ഗവൺമെൻറ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എല്ലാം ഇന്ത്യക്കാർക്കും അതുപോലെ തന്നെ വിദേശങ്ങളിലുള്ള അവരുടെ ബന്ധുക്കൾക്കും തീർച്ചയായിട്ടും അതൊരു ഗ്യാരണ്ടി തന്നെയാണ്, ഉറപ്പാണ്. നിങ്ങളുടെ ജീവൻ സുരക്ഷിതമാണ്. പൊടിപടലങ്ങളും കാർമേഘങ്ങൾക്കുമിടയിൽ ഇപ്പം മിസൈലുകളുടെ വിന്യാസം വന്നിട്ടേ ഉള്ളൂ. അതിൻ്റെ കഷണങ്ങൾ വന്ന് പതിക്കുന്നുണ്ടാവാം. പക്ഷേ നിങ്ങൾ ആ രാജ്യത്തിൻ്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡാമേജും ഉണ്ടാവില്ല. ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനിയും ഉണ്ടാവുകയില്ല. ഇന്ത്യ ഒരു പെറ്റമ്മയെ പോലെ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ജീവൻ ഉറപ്പുവരുത്തുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇതെന്നുള്ളത് 100% ഗ്യാരണ്ടിയുമാണ്. പേടിക്കേണ്ടതില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.